പുതിയൊരു സുരാജേട്ടൻ്റെ പുതിയൊരു വേഷം കണ്ടു. കുഞ്ചാക്കോ ബോബനും വെഞ്ഞാറമൂട് സിംഹവും തമ്മിലുള്ള മത്സരമായിരുന്നു. സിംഹം അടിപൊളി, സൂപ്പർ പടം. ഒരു സീരിയസ് ചെയ്യുന്ന പെട്ടെന്ന് അവരുടെ ഒരു കുറച്ച് തമാശയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാം നന്നായിട്ടുണ്ട്. പെർഫോമൻസ് സുരാജൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സുരാജ് അതേപോലെ തന്നെ മറ്റേ കുഞ്ചാക്കോനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നല്ല പടം. രസമുണ്ട് കൊള്ളാം. കോമഡി വർക്കാണ്, സൂപ്പറാണ്. കോമഡി നല്ല പടമാണ്. കോമഡി കൊള്ളാം. ശോഭി തിലകര് ഒരു അടിപൊളി അഭിനയിച്ചു. ശോഭി തിലകർ എല്ലാവരും കൊള്ളാം, സൂപ്പറാണ്. നല്ല സിനിമ, സൂപ്പർ പടമാണ്. ജെകെയുടെ കുഞ്ചാക്കോ ബോബനും വെഞ്ഞാറമൂട് സിംഹവും തമ്മിലുള്ള മത്സരമായിരുന്നു. ഇതാണ് സൂപ്പർ പടം. കിടില സിംഹം അടിപൊളി, നല്ല കോമഡി പടം. സൂപ്പർ പടം, അടിപൊളി. കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് പടം. അടിപൊളി നല്ല പടമാണ്, കോമഡിയാണ്. അടിപൊളി സൂപ്പർ പടം, നല്ല പടം. എന്തോ നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മളവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതിൻ്റെ പിറകിലൊരു എഫേർട്ട് ഉണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം കുറേ നാൾക്ക് ശരി ആ ഒരു സീരിയസ് ചെയ്യുന്ന പെട്ടെന്ന് അവരുടെ ഒരു കുറച്ച് തമാശയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു ട്രാൻസിഷൻ, ഇവർ ഭയങ്കര വേഴ്സ്റ്റിലായിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പം പെട്ടെന്ന് അത് ഭയങ്കര സന്തോഷം തോന്നി. താങ്ക് യു. എന്തോ പുതിയൊരു സുരാജേട്ടൻ്റെ പുതിയൊരു വേഷം കണ്ടു. നല്ല രസമുണ്ട്, നല്ല വൈബായിരുന്നു. കാരണം ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്കൊന്ന് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, ഇങ്ങനെ ഒരു വേർഷൻ തിരിച്ചു വരണം എന്നുള്ളത്. അപ്പം അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഏജിൽ ആളുകൾക്ക് ഈ പറയുന്ന പോലെ തിളക്കം അല്ലെങ്കിൽ CID മൂസൊക്കെ നമ്മൾ എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മൂവിയിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ വരിക. മതി. കുറച്ച് മലയാള സിനിമയിലേക്ക് പുതിയൊരു താരോദയം ഇഷ്ടമല്ലേ? രസമായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എസ്ര മൂവിയുടെ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ത്രൂ ഔട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റായാലും ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നായികയുടെ ബ്രദർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല അതെ, സുരാജേട്ടൻ്റെ ഒരു കോമഡി ട്രാക്കിലേക്ക് വരുന്നൊരു സിനിമ കൂടിയാണ്. പിന്നെ ചാക്കോച്ചനാണെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര നല്ല പെർഫോമൻസാണ്. പിന്നെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഫാമിലിക്ക് പറ്റുന്ന ഒരു മൂവിയാണ്. ശരിക്കും സ്കൂൾ തുറന്നു പോയി അല്ലെങ്കിൽ തന്നെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും വന്ന് കാണുക. നല്ലൊരു മൂവി. നമുക്ക് ഒരു കാലത്തെന്ന് പറയാൻ അനിയത്തി പ്രാവൊക്കെ വന്നപ്പോൾ എന്താ പറയുക, ജനസമുദ്രമായിരുന്നു. അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ ഒരു ജനപ്രിയ താരമായി മാറിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. അതിലുപരി നമ്മുടെ സുരാജ് ചേട്ടൻ ഒരു മത്സരിച്ച് അഭിനയിച്ചൊരു മൂവിയാണ്. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഓരോ രംഗങ്ങളും സസ്പെൻസ് നിലനിർത്തുന്ന രംഗമാണ്. ക്ലൈമാക്സൊക്കെ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.